ഹായ്, ഞാൻ സുബിൻ വി ആർ. 2017-18 ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങൾ ഫയൽ ചെയ്തിട്ടുള്ള GSTR 3Bയും അല്ലെങ്കിൽ GSTR 2Aയും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് പലർക്കും GST ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോട്ടീസ് അയച്ചു എന്നൊക്കെ പറയുമ്പോൾ പലരും വിചാരിക്കുന്നത് ഇത് രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ട് നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വരും എന്നൊക്കെയാണ്. അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ GST പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മെയിൽ ഐഡിയിലേക്ക് അവരൊരു മെയിൽ അയച്ചിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ GSTയുടെ കോമൺ പോർട്ടലിൽ നിങ്ങളുടെ ലോഗിനിൽ ആ നോട്ടീസ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. പല ആളുകൾക്കും ഒരു ഇഷ്യൂ വന്നത് പലരും ഈ നോട്ടീസ് അയച്ചതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ നോട്ടീസ് അയക്കുന്നു, അതിനുശേഷം റിപ്ലൈ കിട്ടാതാവുമ്പോൾ GST ഡിപ്പാർട്ട്മെന്റ് അത് ഓർഡർ ആക്കുന്നു. ഓർഡറിന് അഗെയിൻസ്റ്റ് അപ്പീൽ ഫയൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് 90 ഡേയ്സ് ആണുള്ളത്. ദെൻ 30 ഡേയ്സ് കണ്ടനേഷൻ ഓഫ് ഡിലേ വെച്ചിട്ട് 30 ഡേയ്സും കൂടി കൂടുതൽ കിട്ടുന്നുണ്ട്. പക്ഷേ പല ആളുകളുടെ കേസിലും ഈ അപ്പീൽ ഫയൽ ചെയ്യാനുള്ള ഡേറ്റ് ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പല ടാക്സ് പേയേഴ്സും ഈ കാര്യം അറിയുന്നത് റവന്യൂ റിക്കവറിക്ക് ആയിട്ട് GST ഓഫീസേഴ്സ് സ്ഥാപനത്തിൽ നോട്ടീസായിട്ട് വരുമ്പോഴൊക്കെയാണ്. ഇങ്ങനെയുള്ള ഷോക്കോസ് നോട്ടീസുകൾ അല്ലെങ്കിൽ ഓർഡറുകളൊക്കെ പോസ്റ്റലായിട്ട് തന്നെ സെർവ് ചെയ്യണം എന്ന് പറഞ്ഞു ഒരുപാട് കംപ്ലൈൻറ്റുകളും GST ഡിപ്പാർട്ട്മെന്റിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. കാരണം പലരും ഇതൊന്നും അറിയുന്നില്ല. നോട്ടീസ് അയക്കുന്നതോ ഓർഡർ വരുന്നതോ ഒന്നും പലരും അറിയുന്നില്ല. അപ്പീൽ ഫയൽ ചെയ്യാനുള്ള ഡേറ്റും പലപ്പോഴും കഴിഞ്ഞു പോകുന്നു. അപ്പോൾ ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു കൺസേൺ ഡിപ്പാർട്ട്മെന്റിലും പല സ്ഥലങ്ങളിലും രേഖപ്പെടുത്തുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് GST കൗൺസിൽ ഒരു ഡിസിഷൻ എടുക്കുകയുണ്ടായി. ഇതുപോലെ അപ്പീൽ ഫയൽ ചെയ്യാനായിട്ട് പറ്റാത്ത കേസുകളിൽ അപ്പീൽ ഫയൽ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കുകയുണ്ടായിട്ടുണ്ട്. നവംബർ 2, 2023 ഈ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിരിക്കുന്നത്. എസ്പെഷ്യലി അപ്പീലുമായി ബന്ധപ്പെട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് എ ടാക്സബിൾ പേഴ്സൺ ഹു കുഡ് നോട്ട് ഫയൽ ആൻ അപ്പീൽ അഗെയിൻസ്റ്റ് ദ ഓർഡർ പാസ്ഡ് ബൈ പ്രോപ്പർ ഓഫീസർ ഓൺ ഓർ ബിഫോർ 31st day of March 2023 അണ്ടർ സെക്ഷൻ 73 or 74 ഓഫ് ദ സെഡ് ആക്ട്. സെക്ഷൻ 73 പല ആളുകൾക്കും നോട്ടീസ് വന്നിട്ടുണ്ടായിരിക്കുക. സെക്ഷൻ 74 എന്ന് പറയുന്നത് ഫ്രോഡ് റിലേറ്റഡ് ആയിട്ടുള്ള നോട്ടീസും അതിൻ്റെ ഓർഡറുകളാണ്. അപ്പോൾ ഇങ്ങനെ അപ്പീൽ ഫയൽ ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ്റെ ബേസിൽ അപ്പീൽ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാധാരണ നമ്മൾ ഫയൽ ചെയ്യുന്നത് പോലെ തന്നെ APL 01 എന്നുള്ള ഫോമിൽ നമുക്ക് അപ്പീൽ ഫയൽ ചെയ്യാം. ജനുവരി 31, 2024 മുൻപായിട്ട് അപ്പീൽ ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ഓൾറെഡി നിങ്ങളൊരു അപ്പീൽ ഫയൽ ചെയ്തിട്ടുണ്ട് എന്ന് കരുതൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം ഫയൽ ചെയ്തിട്ടുള്ള ഒരു അപ്പീലായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ്. നോട്ടിഫിക്കേഷനിൽ പറയുന്നത് ഷാൽ ബി ഡീംഡ് ടു ഹാവ് ബീൻ ഫയൽഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദിസ് നോട്ടിഫിക്കേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങൾ ഓൾറെഡി ഡിലേ ആയിട്ടാണ് അപ്പീൽ ഫയൽ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം അപ്പീൽ ഫയൽ ചെയ്തതായിട്ട് കണക്കാക്കും എന്നാണ് പറയുന്നത്. പക്ഷേ അതിലൊരു കണ്ടീഷൻ പറയുന്നുണ്ട്. ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം അപ്പീൽ ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിമാൻഡ് വന്നിരിക്കുന്ന എമൗണ്ടിൻ്റെ, ഉദാഹരണത്തിന് 2 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് ഡിമാൻഡായിട്ട് വന്നിരിക്കുന്നത്. ആ ഓർഡറിന് അഗെയിൻസ്റ്റ് ആണ് നിങ്ങൾ അപ്പീൽ ഫയൽ ചെയ്യുന്നത്. അതിൽ 1 ലക്ഷം രൂപ നിങ്ങൾ അടയ്ക്കാനായിട്ട് വില്ലിംഗ് ആണ്. അതായത് നിങ്ങളുടെ ഭാഗത്തൊരു മിസ്റ്റേക്ക് കൊണ്ടാണ് നിങ്ങൾക്ക് ഡിമാൻഡ് വന്നിരിക്കുന്നത്. നിങ്ങളത് അടയ്ക്കാൻ വില്ലിംഗ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ 1 ലക്ഷം രൂപ നിങ്ങൾ അടച്ചിരിക്കണം. അപ്പീൽ ഫയൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അടച്ച് ചലാൻ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ദെൻ ബാലൻസ് വരുന്ന 1 ലക്ഷം രൂപയുടെ 12% നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അതായത് 12,500 രൂപ അഡ്വാൻസ് ആയിട്ട് ഒരു ചലാൻ അടയ്ക്കേണ്ടതായിട്ടുണ്ട് അപ്പീൽ ഫയൽ ചെയ്യുന്നതിനോടൊപ്പം തന്നെ. നമുക്ക് ആ നോട്ടിഫിക്കേഷനിലുള്ള വേഡിങ് നോക്കാം. നോ അപ്പീൽ ഷാൽ ബി ഫൈൽഡ് അണ്ടർ ദിസ് നോട്ടിഫിക്കേഷൻ അൺലെസ് ദ അപ്പലന്റ് ഹാസ് പെയ്ഡ് ഇൻ ഫുൾ such part of the amount of tax, interest, fine, fee and penalty arising from the impound order as is admitted by him and a sum equal to 12.5% ഓഫ് ദ റിമൈനിങ് എമൗണ്ട്. അതായത് നിങ്ങൾ എഗ്രി ചെയ്യുന്ന എമൗണ്ടിൻ്റെ, നിങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ 100%ഉം നിങ്ങൾ ഡിസ്പ്യൂട്ടിലുള്ള എമൗണ്ടിൻ്റെ 12.5%ഉം നിങ്ങൾ അടയ്ക്കാനായിട്ട് തയ്യാറാവണം. അങ്ങനെ അടച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് അപ്പീൽ ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം അപ്പീൽ ഫയൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, പലരും മുൻപ് അപ്പീൽ ഫയൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ടൈം ബാറായിട്ട് തന്നെ അപ്പീൽ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ GST ആക്ട് പ്രകാരം 10% ആണ് നമ്മൾ അടയ്ക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ആ ഡിഫറൻസ് വരുന്ന 2.5% കൂടി നിങ്ങൾ അടയ്ക്കുക. അതിനുശേഷം നിങ്ങൾ അപ്പീൽ കമ്മീഷണറുടെ അടുത്ത് ഒരു കവറിംഗ് ലെറ്റർ കൊടുത്തുകൊണ്ട് ഈ നോട്ടിഫിക്കേഷൻ പ്രകാരമാണ് അപ്പീൽ ഫയൽ ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷന് പുറമെ നമ്മളുടെ GSTയുടെ സൈറ്റിൽ, GSTയുടെ കോമൺ പോർട്ടലിൽ അഡ്വൈസറി ഫോർ ദ പ്രൊസീജിയർ കൂടി കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഓപ്പർച്യൂണിറ്റി പ്രയോജനപ്പെടുത്തേണ്ടത് എന്നതിനെക്കുറിച്ച്. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലെങ്ങനെയാണ് ഡിഫറൻഷ്യൽ പേയ്മെൻറ്റ് നടത്തേണ്ടത്, അതുപോലെ തന്നെ ഓൾറെഡി നിങ്ങൾ ടൈം ബാറായിട്ട് കൊടുത്തിട്ടുള്ള ഒരു അപ്പീൽ ഫയൽ ചെയ്തത് ഓൾറെഡി റിജക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചിട്ടൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്പീൽ ഫയൽ ചെയ്യുന്ന ആളുകൾ ഈ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് വായിച്ചു നോക്കുക. അതുമാത്രമല്ല ഈ അഡ്വൈസറി കൂടി കൺസിഡർ ചെയ്യുക. അപ്പോൾ അപ്പീൽ ഫയൽ ചെയ്യാനായിട്ട് വിട്ടുപോയ ആളുകൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ്. ജനുവരി 31, 2024 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അതിന് മുൻപ് തന്നെയായിട്ട് അപ്പീൽ ഫയൽ ചെയ്തെടുക്കുക. അപ്പോൾ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. GSTയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വീഡിയോസ് ഉള്ളത് നമ്മുടെ ചാനലിലാണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.